ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വലിയ ഒരു ആക്രമണം പാകിസ്ഥാൻ മണ്ണിൽ നടത്തിയിരുന്നു. ഇസ്ലാം മുസ്ലിം തീവ്രവാദി സംഘടനകളുടെ താവളങ്ങൾ നമ്മൾ നന്നായി നശിപ്പിച്ചു. മാത്രമല്ല, സിന്ധു നദീതല കരാർ നമ്മൾ മരവിപ്പിച്ചു. സ്വാഭാവികമായി അന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പാകിസ്ഥാൻ ഉണ്ടാക്കി വലിയ നഷ്ടവുമുണ്ടായി അവർക്ക്. അവരുടെ കർഷകരുടെ ആത്മഹത്യ വന്നു, ധാരാളം വെള്ളമില്ലാതെ വന്നു, കുടിവെള്ളം മുട്ടി, കൃഷിക്ക് വെള്ളം മുട്ടി. അത് ആഗോളതലത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. കാരണം ഈ പഹൽഗാം ആക്രമണം കടന്നതുകൊണ്ട് ലോക സമൂഹം അതെടുത്തില്ല. മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് ശശി തരൂരിനെയും ജോൺ ബ്രിട്ടാസിനെയും ഉൾപ്പെടെ നിരവധി പിമാരെ വിദേശ രാജ്യങ്ങളെല്ലാം അയച്ചു. അവിടുത്തെ അംബാസഡർമാരുമായും ഭരണാധികാരികളുമായും നേതാക്കളുമായിട്ടൊക്കെ ആശയ സംവാദം നടത്താൻ അവസരമൊരുക്കിയപ്പോൾ ലോകത്തിന് മനസ്സിലായി പാകിസ്ഥാൻ പറയുന്നത് ഒരു ഉഡായിപ്പാണ്, ഇന്ത്യയാണ് ശരിയെന്ന്. എന്നാൽ ഇതിന് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ടേൺ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ ഒരു പാൻ ഇൻ്റർനാഷണൽ വാർത്തയായി നമുക്ക് പറയാനുള്ളത്, ഒരു ഭൗമ സൂചിക വാർത്തയായി നമുക്ക് പറയാനുള്ളത്, ജിയോ പൊളിറ്റിക്സിൽ പറയാനുള്ളത്. 2025 ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ 28 സാധാരണക്കാർ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ നീക്കത്തെ നിയമവിരുദ്ധവും യുദ്ധപരമായ നടപടിയെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഉൾപ്പെടെ അന്ന് നേതാക്കൾ രംഗത്തെത്തി. പക്ഷേ കാലം കഴിഞ്ഞു. ഈ ഉടമ്പടി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ന്യൂഡൽഹിക്കെതിരെ രാജ്യാന്തര വേദികളിൽ പാകിസ്ഥാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഇസ്ലാമാബാദ് ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു സമാന്തരമായ ആഖ്യാനം ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ ഇസ്ലാമിക സത്വത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും ഇസ്ലാമിന് മുൻപുള്ള ഭൂതകാലത്തെ പലപ്പോഴും വിസ്മരിക്കുകയും കുറച്ച് കാണിക്കുകയും ചെയ്തിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇപ്പോൾ ആഗോള വേദികളിൽ സിന്ധു നദീതട നാഗരികതയും അതിൻ്റെ വിശാലമായ ഇന്ത്യൻ വേരുകളെയും കൂടി അവർ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കിയിരിക്കുന്നു. സിന്ധു നദിയുടെ വ്യവസ്ഥയിലെ വെള്ളത്തെ ചൊല്ലി ഇന്ത്യയുമായുള്ള പോരാട്ടം നിരുക്ഷമാകുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ മാറ്റം വരുന്നു എന്നത് പല ചോദ്യങ്ങളും അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു വരുന്നുണ്ട്. ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് പ്രത്യേക രാഷ്ട്രങ്ങളാണെന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയിലാണ് പാകിസ്ഥാൻ അന്ന് രൂപീകരിക്കപ്പെട്ടത്. പിൽക്കാലത്ത് ജനറൽ മുഹമ്മദ് സിയാഉൽ ഹക്കിൻ്റെ ഭരണകാലത്ത് ഈ ഇസ്ലാമിക സ്വത്വം ഭരണകൂട തലത്തിൽ തന്നെ കർക്കശമായി സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തുവർഷം 711 മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് കീഴടക്കിയതോടെയാണ് പാകിസ്ഥാൻ്റെ ചരിത്രം ആരംഭിക്കുന്നതെന്നായിരുന്നു ദീർഘകാലമായി അവിടെ പഠിപ്പിച്ചിരുന്ന ഔദ്യോഗിക ചരിത്രം. എന്നാൽ ആ ചരിത്രത്തിനോടൊപ്പം തന്നെ പരമ്പരാഗത നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരിക പൈതൃകത്തിലും ഇസ്ലാമിന് മുമ്പുള്ള ചരിത്രത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ പുതിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പാകിസ്ഥാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് സയൻസിൽ ഇതിനകം തന്നെ 2 സംസ്കൃത കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പതിവ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനും തീരുമാനമുണ്ട്. സംസ്കൃതം നമ്മുടെ ഭാഷയല്ലെന്നും അതൊരു വിദേശ ഭാഷയാണെന്നുള്ള ഇടുങ്ങിയ ചിന്താഗതിക്കാരായ വിശ്വാസം നാം ഉപേക്ഷിക്കണം എന്ന് ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഷാഹിദ് റാഷീദ് വ്യക്തമാക്കിയത് ഈ മാറ്റത്തിൻ്റെ വ്യാപ്തി കാണിക്കുന്നു. അതുപോലെ പാശ്ചാത്യ നയതന്ത്രജ്ഞരുടെ സന്ദർശനവും വളരെ പ്രധാനമാണ്. പാകിസ്ഥാൻ്റെ ഈ പുരാതന പൈതൃകത്തിലേക്ക് ആഗോള ശ്രദ്ധ തിരിക്കുന്നതിൽ പാശ്ചാത്യ നയതന്ത്രജ്ഞരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സമീപ ദിവസങ്ങളിൽ 2 പ്രമുഖ പാശ്ചാത്യ ദൂതന്മാർ പാകിസ്ഥാൻ്റെ ഇസ്ലാമിന് മുമ്പുള്ള പൈതൃകത്തെ പരസ്യമായി പ്രശംസിച്ച് രംഗത്ത് വന്നു. മേഖലയിലുടനീളമുള്ള ആളുകളുമായി ആശയസംവാദവും സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പഠന കേന്ദ്രമാണ് ടാക്സിലെ നിലകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ സവിശേഷതകളും സമ്പന്നമായ പൈതൃകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ഈ വിഷയം മാറുന്നു. ജൂൺ 19 ബുദ്ധമത ഗാന്ധാരൻ കേന്ദ്രമായ തക്സില സന്ദർശിച്ച ശേഷം പാകിസ്ഥാനിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ തിമോത്തി കെയ്ൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരും ഇതിനകത്തേക്ക് വരികയാണ്. ജൂൺ 24 പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് UK സാംസ്കാരിക സംരക്ഷണ ഫണ്ട് വഴിയുള്ള 2ാം ഘട്ട പൈതൃക ധനസഹായം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ്റെ സാംസ്കാരിക പൈതൃകം അസാധാരണമെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം എക്സിലൂടെ വീഡിയോ പങ്കുവച്ചു. സിന്ധു നദീജല തർക്കവും നാഗരിക അവകാശവാദങ്ങളും സംബന്ധിച്ചും വലിയ തർക്കമുണ്ടായിരുന്നു. അവിടെയൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ ടേൺ അടിക്കുകയാണ്.
ഈ സാംസ്കാരിക ആഖ്യാന മാറ്റം വെറുമൊരു ചരിത്ര അന്വേഷണം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഭൗമരാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നത്. 25 ഏപ്രിലിൽ കാശ്മീരിൽ പഹൽഗാമിലെ 28 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഈ വെള്ളം കൊടുക്കൽ പരിപാടി, സിന്ധുവിൽ നിന്നുള്ള വെള്ളം കൊടുക്കൽ പരിപാടി, രക്തവും വെള്ളവും ഒന്നിച്ച് പോകാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദിയുടെ മുൻ പ്രസ്താവന ശരിവെക്കുന്നതായിരുന്നു ഇന്ത്യയുടെ കർശനമായ നിലപാട്. ഈ നീക്കത്തെ നിയമപരമായ യുദ്ധപരമായ നടപടികൾ കൊണ്ട് ഇടപെടും എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. പാകിസ്ഥാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നത് തങ്ങളുടെ പുതിയ കാർഡാണ്, ഒരു നാഗരികതയുടെ കാർഡാണ് അവർ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ നാഗരികത എന്ന് പറയുന്നത് ഇസ്ലാമിന് 711 ഇസ്ലാമിന് ശേഷമുള്ള നാഗരികതയല്ല, അത് സിന്ധു, ഗംഗയുടെയും സരസ്വതിയുടെയും പഴയ ഇന്ത്യയുടെ സ്വത്വം കൂടി ചേരുന്നതാണ് ആ നാഗരികത എന്ന് പറഞ്ഞ് അന്താരാഷ്ട്രത്തെ തലത്തിൽ അവർ വലിയ ചോദ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലും പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിലും ഇന്ത്യയുടേത് ജലത്തിൻ്റെ ആയുധവൽക്കരണം എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. പാകിസ്ഥാൻ നേതാവായ ബിലാവൽ ഭൂട്ടോ സർദാരി ഇന്ത്യയുടെ തീരുമാനത്തെ എതിർക്കാൻ മോഹൻജാദാരെയും സിന്ധു നാഗരികതയും നേരിട്ട് പരാമർശിച്ച് സിന്ധു നദിയുടെ യഥാർത്ഥ സംരക്ഷകരും അതിൻ്റെ ശരിയായ പൈതൃകാവകാശികളും പാകിസ്ഥാനാണെന്നാണ് ഈ പുരാതന നാഗരികതയെ മുൻനിർത്തി ഇസ്ലാമാബാദ് ഇപ്പോൾ വാദിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കാര്യങ്ങൾ. സിന്ധു നദീ ജലത്തിലെ മേലുള്ള സിന്ധു നദിയിലെ ജലം തങ്ങളുടെ അവകാശം കേവലം 60-ലെ ഒരു കരാറിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും മറിച്ച് 5000 വർഷത്തെ നാഗരികതയുടെ ഞങ്ങളുടെ പൈതൃകമാണെന്നും ഞങ്ങളുടെ നാഗരികതയുടെ ഭാഗമായിരുന്നു സിന്ധു നദിയെന്നും എന്നുള്ള മറ്റൊരു യു-ടേൺ അടിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊരു ഞങ്ങളുടെ പൈതൃകാവകാശമാണെന്ന് സ്ഥാപിക്കാനും തന്ത്രപരമായ നീക്കവുമായി പാകിസ്ഥാൻ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര സംബന്ധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാംസ്കാരിക ചരിത്രത്തെ പാകിസ്ഥാൻ ഒരു പുതിയ ഭൗമരാഷ്ട്രീയ ആയുധമാക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യാന്തര തലത്ത് ഉയരുന്നത്. എന്തായാലും ഭൗമരാഷ്ട്രീയത്തിൻ്റെ പുതിയ സമവാക്യങ്ങളുമായി പാകിസ്ഥാൻ വരികയാണ്. ഇതെങ്ങനെയാണ് കാലം കാത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുക, ഇതിന് ആഗോളതലത്തിൽ അംഗീകാരം കിട്ടുമോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. കേവലം ഒരു ജലത്തർക്കം എന്നത് 60-ൽ ഉണ്ടാക്കിയ ഒരു കരാർ എന്നതിലുപരിയായി സിന്ധു നദി ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു തുടങ്ങിയത് പുതിയ ലക്ഷണമാണോ അതോ അടുത്ത ആഗോള സംഘർഷത്തിനുള്ള വിത്തിടൽ ആണോ?